സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ബൈൻഡർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്കുദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് തന്നിരിക്കുന്ന ജോഡികൾ വായിക്കാം. ആഗ്നേയ ശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ ചുണ്ണാമ്പുകല്ല്, അവസാദ ശിലകൾ ഗ്രാനൈറ്റ്, കായാന്തരിത ശിലകൾ മാർബിൾ. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഏതൊക്കെയാണ്? 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം. ആഗ്നേയ ശിലകൾ ബസാൾട്ട് ശരിയാണ്. കായാന്തരിത ശിലകൾ മാർബിൾ ശരിയാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യ കൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഗോര, പാഞ്ചാലി ശബദം, ഗോദാൻ, നിബന്ധമാല എന്നിവയാണ്. സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഗോര രവീന്ദ്രനാഥ് ടാഗോർ, പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ പ്രേംചന്ദ്, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അടുത്ത ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ സുതാര്യത. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. ഓപ്പറേഷൻ സുതാര്യത. ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി BOT, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം അനുയോജ്യമായവയാണ് എന്നതാണ് ഉത്തരം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത്. ഗോതമ്പ് റാബി വിളയാണ്. റാബി വിള. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. തന്നിരിക്കുന്നു: കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം.
18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. ഈ തന്നിരിക്കുന്നതിൽ മെർക്കന്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ഉൾപ്പെടാത്തത് ആണ്. 2, 3. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് കെ സുബ്രഹ്മണ്യം, ടി.ആർ. സുന്ദരം, എം.ടി. വാസുദേവൻ നായർ, രാമു കാര്യാട്ട്. റൈറ്റ് സൈഡിൽ സിനിമകളാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ, ടി.ആർ. സുന്ദരം കണ്ടം വെച്ച കോട്ട്, എം.ടി. വാസുദേവൻ നായർ നിർമാല്യം, രാമു കാര്യാട്ട് ചെമ്മീൻ. കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത്. രാജസ്ഥാന്റെ പടിഞ്ഞാറു ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശികവാദമാണിത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും മറ്റു കാറ്റും പ്രധാന സവിശേഷതകളാണ്. കാൽ ബൈശാഖിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരിയാണ്. 3, 4 എന്നിവ ശരിയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെ മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ അധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. എല്ലാം ശരി എന്നതാണ്. എല്ലാം ശരി. അടുത്ത ചോദ്യം, പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത്? പണബില്ല്. അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. പണബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും. കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിത ആയിരിക്കണം എന്നതാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. അടുത്തത്, കേരളത്തിലെ നിലവിലെ വ്യവസായിക വകുപ്പ് മന്ത്രി. ഓപ്ഷൻ സി. പി. രാജീവ്. ഓപ്ഷൻ സി. പി. രാജീവ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. സുഷുമ്ന നാഡിയെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു.
ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയും ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത്? തന്നിരിക്കുന്നത് നിശാന്തത, സിക്കിൾ സെൽ അനീമിയ, ഗോയിറ്റസ്, റോഫ്താൽമിയ എന്നിവയാണ്. അപര്യാപ്തത രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സിക്കിൾ സെൽ അനീമിയാണ് അപര്യാപ്തത രോഗം അല്ലാത്തത്. അടുത്തത്, ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന്റെ എത്ര മടങ്ങായിരിക്കും? ഓപ്ഷൻ സി 8 മടങ്ങായിരിക്കും. 8. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം 20 സെന്റിമീറ്റർ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റൂദർഫോർഡ്. ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജൻ കുടുംബം എന്ന് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് വിൻഡോസ്, യൂണിക്സ്, ജിംബ്, ഉബുണ്ടു എന്നിവയാണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് എന്താണ്? ജിംബാണ്. ഫിഷിംഗ് എന്നാൽ എന്താണ്? ഫിഷിംഗ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് എന്നത്. നമ്മൾ പറഞ്ഞു ഈ പരീക്ഷ ബൈൻഡർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയതാണ്. പിന്നെ വരുന്ന ചോദ്യങ്ങൾ ആ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 20 GK ക്വസ്റ്റ്യൻസ് അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കുക. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സക്സസ് ഫയൽ PSC ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.